നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണീന്ദു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് ഒരു മരണം കൂടി. ഇതോടെ ഒരു മാസത്തിനിടെ മരണം 6 ട്രംപിന്റെ ഉറ്റ സുഹൃത്തും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. സർവകലാശാല ചാൻസലർ എന്ന പദവി ഗവർണർക്ക് നൽകിയത് അബദ്ധമായി പോയെന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. കോട്ടയം ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണവും ജില്ലാ കൺവെൻഷൻ വേദിയിലുമായിരുന്നു സെബാസ്റ്റ്യൻ പോളിന്റെ പ്രതികരണം. നേപ്പാളിലെ കലാപാന്തരീക്ഷത്തിൽ അയവ. ഇടക്കാല സർക്കാരിനെ കുറിച്ച് ചർച്ച. പ്രധാനമന്ത്രിയായി സുശീല കാർഗി പരിഗണനയിൽ. ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 9 വിക്കറ്റ് മിന്നും ജയം. UAE തോൽപ്പിച്ചത് വെറും 27 പന്തുകളിൽ. വാർത്തകൾ വിശദമായി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംസ്ഥാനത്ത് ഒരു മരണം കൂടി. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി 47 വയസ്സുകാരൻ ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെയാണ് ഷാജി മരണപ്പെട്ടത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മാസത്തിനിടെ മരിക്കുന്ന 6ാമത്തെയാളാണ് ഷാജി. 11ഓളം പേർ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായി ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച 31കാരനാണ് ചാർലി കിർക്ക്. ഇന്നലെ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കുകയായിരുന്നു വെടിയേറ്റത്. ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ചാർലി. ഗവർണർ എന്നാൽ മുഖ്യമന്ത്രിയുമായി കലാപം സൃഷ്ടിക്കേണ്ട ആളല്ലെന്നും സംസ്ഥാനത്തിന്റെ ഏറ്റവും അന്തസ്സുള്ള വ്യക്തിയാകണമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. നോക്കാം ഗൗരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ സർവകലാശാലകളെ സംരക്ഷിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തുടങ്ങിയ കേരള വിദ്യാഭ്യാസ സമിതിയുടെ കോട്ടയം ജില്ലാ സമിതി രൂപീകരണ വേദിയിലായിരുന്നു സെബാസ്റ്റ്യൻ പോളിന്റെ പ്രതികരണം. രൂപീകരണവും ജില്ലാ കൺവെൻഷനും മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. MG സർവകലാശാല മുൻ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ K ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ FSCTO ജനറൽ സെക്രട്ടറി MV ശശിധരൻ വിഷയം അവതരിപ്പിച്ചു. സമിതിയുടെ കൺവീനർ MS സുരേഷ് സ്വാഗതവും ബിനു എബ്രഹാം നന്ദിയും പറഞ്ഞു. സീമ S നായർ, പ്രവീൺ കുമാർ എന്നിവരും സംസാരിച്ചു. ഗൗരി, ICJ ന്യൂസ്, കോട്ടയം. ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് കലാപഭൂമിയായ നേപ്പാളിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് പിന്നാലെ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. പ്രതിനിധി സഭ പിരിച്ചുവിടുക, ഭരണാധികാരിയെ ജനം നേരിട്ട് തിരഞ്ഞെടുക്കുന്ന രീതി നടപ്പാക്കുക, ഭരണഘടനാ ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രക്ഷോഭകർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അഴിമതിക്കും സമൂഹ മാധ്യമ നിരോധനത്തിനുമെതിരെയായ പ്രക്ഷോഭത്തിലും പോലീസ് നടപടികളുമായി മരണം 30. 1000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഏഷ്യ കപ്പ് ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. UAE താരങ്ങൾ 13 ഓവർ നേടിയ സ്കോർ മറികടക്കാൻ ടീം ഇന്ത്യക്ക് വേണ്ടി വന്നത് വെറും 27 പന്തുകൾ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ UAE 13.1 ഓവറിൽ 57 റൺസിന് എറിഞ്ഞിട്ട ഇന്ത്യ 4.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഇന്ത്യയുടെ ചൈനാമാൻ സ്പിന്നർ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് ഒരു മരണം കൂടി. ഇതോടെ ഒരു മാസത്തിനിടെ മരണം 6 ട്രംപിന്റെ ഉറ്റ സുഹൃത്തും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. സർവകലാശാല ചാൻസലർ എന്ന പദവി ഗവർണർക്ക് നൽകിയത് അബദ്ധമായി പോയെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. കോട്ടയം ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണവും ജില്ലാ കൺവെൻഷൻ വേദിയിലുമായിരുന്നു സെബാസ്റ്റ്യൻ പോളിന്റെ പ്രതികരണം. നേപ്പാളിലെ കലാപാന്തരീക്ഷത്തിൽ അയവ. ഇടക്കാല സർക്കാരിനെ കുറിച്ച് ചർച്ച. പ്രധാനമന്ത്രിയായി സുശീല കാർഗി പരിഗണനയിൽ. ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 9 വിക്കറ്റ് മിന്നും ജയം. UAE തോൽപ്പിച്ചത് വെറും 27 പന്തുകളിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.